കൈനീട്ട് 1000 2000 കൊടുത്ത് ശീലിപ്പിച്ച് ഞാനൊന്നുമല്ല, അച്ഛനാ. പണ്ട് അച്ഛനായിട്ടുള്ളൊരു ബന്ധം. അപ്പൊ നിങ്ങൾ കൊടുത്തിട്ടില്ല കൃഷ്ണേട്ടന്? ഉള്ള സമയത്ത് കൊടുത്തിട്ട് ഞാൻ കൈനീട്ടോ. ഇപ്പൊ കയ്യില് വേണ്ടേ? അതിന് നിങ്ങൾ എന്നോട് എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? വിളിച്ചു വരുത്തി കൈനീട്ടം കൊടുക്കുന്നില്ലേ നിങ്ങൾ? ഇപ്രാവശ്യം വിളിക്കണ്ട. പിന്നെ ആ ഫോണില്ലേ, അതങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക്. ആരും വിളിക്കണ്ട. ഒരു കണക്കിഞ്ഞ് പറഞ്ഞ ശരി തന്നെയാണ്. കൊടുക്കുന്ന പൈസ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അയാൾ നാട് മുഴുവൻ പാടി നടക്കും. കൃഷ്ണണ്ണങ്ങില്ലേ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കുന്നു. എടുത്തു ഫ്രിഡ്ജ് എടുത്തു. ഓൾറെഡി ഇല്ലല്ലോ. വീട് ഇല്ലേ? വിഷു കഴിക്കാം. ഓരോരു തന്നെയല്ലേ വരിക. വരുന്നവരെ ഞാണ്ടിരിക്കും, വരുന്നവരെ ഞാണ്ടിരിക്കും. കൃഷ്ണേട്ടാ, അല്ല ഇയാളെ പറഞ്ഞു ഇവിടെ ഇല്ലാന്ന്. ഇപ്പോഴത്തെ പൊട്ടിമുളച്ച അല്ലടാ, വിഷു ആയിട്ട് കിടന്നുറങ്ങില്ല. കൃഷ്ണാണ്ടി ഇരിക്കും. എടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ടാ? കൃഷ്ണേട്ടാ, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇതിപ്പോ നിങ്ങളുടെ വെക്ക്. കപ്പലിനെ വിളിക്കാനും തൽക്കാലം നിങ്ങൾക്ക് പൈസക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അല്ലേ ഇവിടെ സമയം മോശമാണ്. ആ എൻ്റെ വലത്തെ കൈ ഇങ്ങോട്ട് കാണട്ടെ, ഇങ്ങോട്ട് കാണിക്കടോ. ഞാൻ ലക്ഷണം പറയട്ടെ. ഇതാടെ വെക്ക്. നോക്കണ്ട, ഇതെൻ്റെ ചെറിയൊരു കഴിഞ്ഞിട്ട. എല്ലാ കൊല്ലവും പിടിച്ചു വരുത്തി കഴിഞ്ഞിട്ടും തരുന്ന ഒരാൾക്ക് ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളാ കയ്യിൽ നിന്ന് സഹായം ചെയ്തു കൊടുക്കുന്നതല്ലേ യഥാർത്ഥ കഴിഞ്ഞിട്ടും. അല്ലേടാ പ്രജി?